മാടൻ മറുത വരുത്തുപോക്ക്. ഈ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോഴുള്ള തലമുറയ്ക്ക് വലിയ അറിവൊന്നും ഉണ്ടായിരിക്കത്തില്ല. പക്ഷെ പണ്ടുള്ളവർക്ക് ഇതിനെപ്പറ്റി നല്ല രീതിയിൽ അറിയാമായിരുന്നു. ഈ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്ത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വരുത്തുപോക്ക്. ആ വീഡിയോയിൽ ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ വീഡിയോ സത്യമാണോ അതോ ഞാൻ ഫുള്ളി ഇത് ഫേക്ക് ചെയ്താണോ, ക്രിയേറ്റിവിറ്റി അതിൽ കാണിച്ചതാണോ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു മറുപടിയായിട്ട് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ എന്ന നിലയ്ക്കാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത്. അതേ സ്പോട്ടിലാണ് അന്ന് ഞാൻ ഈ വീഡിയോ എടുത്ത് അതേ സ്പോട്ടിലാണ് ഇന്നിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. എന്തായാലും ഒറ്റയ്ക്ക് വന്ന് നിൽക്കാനുള്ള ധൈര്യം ഇപ്പോഴും എനിക്ക് വന്നിട്ടില്ല. അന്ന് വീഡിയോ എടുത്തപ്പോഴും വീഡിയോ എടുത്തതിന് ശേഷം എനിക്കുണ്ടായ സംഭവങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കാൻ പോകുന്നത്. അന്ന് വെള്ളിയാഴ്ച ഏകദേശം ഒരു മണി കഴിഞ്ഞപ്പോൾ 12:56 ആ സമയത്താണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. ഈ കാണിച്ചു തരാം. ഇപ്പൊ കണ്ട ആ ക്ഷേത്രത്തിന്റെ അവിടെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞു. ആ ഭാഗത്തായിട്ട് അവിടെ കുറച്ചൊരു പോസ്റ്റ് ഉണ്ട്, അവിടെ വെട്ടമുണ്ട്. അവിടെ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തു വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് ഈ വയല് കണ്ട വെട്ടം കാണുന്ന ആ വയലേ നടന്ന് ഇങ്ങ് വന്നു. ഇവിടെ നിന്ന് പിന്നെ ഞാൻ കുറച്ച് അങ്ങോട്ട് ക്യാമറ കാണിച്ചു. അതുകൊണ്ട് ആ കാട് കാണുന്ന അങ്ങ് പോയി. ആ പോകുന്നതിനിടയ്ക്കാണ് ഈ സംഭവങ്ങളെല്ലാം ഇവിടെ നടന്നത്. വീഡിയോ എടുക്കാനുള്ള ഒരു പ്രേരണ എന്ന് വെച്ചാൽ ഇപ്പൊ നിൽക്കുന്ന ഈ വയലിന്റെ അക്കരക്കരയുള്ള ഒരു വീട്ടില് ഒരു പഴയ കാരണവരാണ്. പുള്ളിയാണ് ഈ വരുത്തുപോക്ക് എന്ന് തോന്നിക്കുന്ന വിധത്തില് രാത്രി സമയങ്ങളിൽ ഇവിടെ ചെലങ്ക കിലുക്കവും ചങ്ങല വലിയുന്ന കണക്കും ശബ്ദങ്ങളും, പിന്നെ പുള്ളി കണ്ടിട്ടില്ല, പക്ഷെ പുള്ളിയുടെ അമ്മ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഒരു തീ ഗോളം പോലെ എന്തോന്ന് ഒരു നമ്മുടെ ഈ കൊന്നത്തെങ്ങിന്റെ ഒക്കെ അത്രയും ഉയരത്തിലൂടെ കടന്നു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. അന്ന് അതിനെ ഈ ചങ്ങലമാടം പോകുന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വഴി ഇങ്ങനെ ഈ വരുത്തുപോക്കിന് പേര് കേട്ടൊരു വഴിയാണ്. അത് എത്രത്തോളം എന്നെ ബാധിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികം എന്നെ അത് ബാധിച്ചിട്ടുണ്ട് ജീവിതത്തിൽ. ഞാൻ ഇപ്പോഴും അതിൻ്റെ ഒരു ഭവിഷ്യത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഏകദേശം ആ സമയത്ത് വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് അവിടെ കുറച്ച് വാഴ കണക്ക് നിൽക്കുന്നുണ്ടോ, ആ സ്ഥലത്ത് എത്തിയപ്പോഴേക്കും സൈലന്റ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സൈലന്റ് ആണ്. സാധാരണ നമുക്ക് ഈ ചീവീടിന്റെ ശബ്ദങ്ങളൊക്കെ നല്ല രീതിയിൽ കേൾക്കാൻ പറ്റും, പക്ഷെ ശബ്ദമൊക്കെ നല്ല രീതിയിൽ കുറവായിരുന്നു. ആ ഒരു ഇതിലാണ് ഞാൻ ഇങ്ങനെ നടന്നു പോയി. എന്ത് ധൈര്യത്തിന്റെ പുറത്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും അത് പറയാനില്ല. നടന്നു പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ എങ്ങുന്നല്ലാതെ കാറ്റടിക്കാൻ തുടങ്ങി. കാറ്റെന്ന് പറഞ്ഞാൽ ആ കാറ്റ് നമ്മളെ ശരീരത്തിൽ തുടങ്ങി. ഇപ്പോഴും അത് പറയുമ്പോൾ എൻ്റെ കയ്യിൽ ഇത് കണ്ടു, ഗൂസ് ബംസ് എനിക്ക് ഇപ്പോഴും വരുന്നുണ്ട്. ആ രീതിയിൽ കാറ്റടിക്കാൻ തുടങ്ങി. അപ്പൊ ഈ വരുത്തുപോക്കിന്റെ കഥകളൊക്കെ പറഞ്ഞ് മുന്നോട്ട് വന്നു. അതുവരെയും വേറെ ഇങ്ങനെയുള്ള പ്രശ്നമല്ലാതെ സൗണ്ടുകളോ ഒന്നും കേൾക്കാൻ പറ്റിയില്ലായിരുന്നു. പക്ഷെ കുറച്ചുകൂടെ മുന്നോട്ട് വന്നാൽ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടെ ഒരു ക്രോസിംഗ് ഉണ്ട്. അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തോട്ട് ക്രോസ് ചെയ്യുന്ന സ്ഥലം. ഈ ക്രോസിങ്ങിൽ എത്തിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, എന്തോ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ചെലങ്ക കിലുങ്ങുന്ന കണക്ക് ഒരു ശബ്ദം കേട്ടു തുടങ്ങിയത്. സൗണ്ട് കേൾക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. അപ്പൊ ഞാൻ ആദ്യം കരുതി ചീവീടോ അങ്ങനെ എന്തെങ്കിലും ആണെന്നാണ്. പക്ഷെ ഇതെന്റെ ബാക്ക് സൈഡിൽ നിന്ന് കേട്ടിട്ട് അതൊക്കെ ഇപ്പുറ സൈഡിൽ നിന്ന് കേൾക്കാൻ തുടങ്ങി. അങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് കേൾക്കാം. ഇത് ഞാൻ ഇപ്പോഴും പറയാണ്, ഇത് ഞാൻ ഫേക്ക് ചെയ്ത പരിപാടിയല്ല. അത് എങ്ങനെ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. അത് ഞാൻ ഒരിക്കലും ഫേക്ക് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ അത് റിയൽ ആയിട്ട് അത് കേട്ടതാണ് ആ സൗണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ആദ്യം കരുതി ചീവീടെന്നാണ്, അതുപോലെ തോന്നിക്കുന്ന സൗണ്ട്. എന്നിട്ട് അതും പ്രശ്നമില്ലാന്ന് കരുതി ഞാൻ ധൈര്യ സമയത്ത് ഞാൻ പിന്നെയും കുറച്ച് മുന്നോട്ട് നടക്കും തോറും എനിക്കുണ്ടായെന്ന് വെച്ചാൽ പുറകിൽ നിന്ന് ആരോ വരുന്ന പോലെ ഒരു ഫീലിംഗ് തോന്നി തുടങ്ങി. അതായത് ഞാൻ ഒറ്റയ്ക്ക് അല്ല, എൻ്റെ പുറകിൽ ആരോ ഉള്ള ഒരു ഫീലിംഗ്. അങ്ങനെ അതൊക്കെ ഇങ്ങനെ കുറച്ചും കൂടെ ഞാൻ മുന്നോട്ട് വന്നപ്പോൾ ഈ ചെലങ്കയുടെ സൗണ്ട് എൻ്റെ മുന്നിൽ നിന്ന് കേട്ടു തുടങ്ങി. ഉള്ള ധൈര്യം എല്ലാം അതോടെ പോയി ചോർന്നു തുടങ്ങി. സൈഡിൽ മൊത്തം ലൈറ്റ് അടിച്ച് നോക്കുന്നുണ്ട്. എല്ലായിടും ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ അവിടെ ഒന്നും കാണാനില്ല. പക്ഷെ
എനിക്ക് നല്ല രീതിയായിരുന്നു. എൻ്റെ ശരീരം മൊത്തം നാടൻ ഭാഷ പിറം വരുത്തുന്നൊക്കെ പറയുന്നത് ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. പിന്നെ നോക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് നിന്ന് പിന്നെ ആ സൗണ്ട് കേൾക്കാൻ തുടങ്ങി. ഈ വലതുവശം ഇടതുവശം എന്നെ ചുറ്റിനും 4 സൈഡിൽ നിന്ന് പിന്നെ ഈ ചിലങ്കയുടെ സൗണ്ട് കേൾക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും എൻ്റെ കിളി പാറി. ഞാൻ പേടിച്ചിട്ട് ഇങ്ങനെ കറങ്ങി ലൈറ്റ് അടിക്കണം, അങ്ങോട്ടടിക്കുന്നു ഇങ്ങോട്ടടിക്കുന്നു. എന്തിലോ തട്ടിയിട്ടാണ് എൻ്റെ ഈ ടോർച്ച് തെറിച്ച് താഴെ വീണത്. പക്ഷെ താഴെ വീണിട്ട് ഇത് അണഞ്ഞു പോയപ്പോൾ വീഡിയോ നോർമലി എടുക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കലും ഫ്ലാഷ് ഓണാക്കി ഇടാറില്ല. ആ ഒരു സിറ്റുവേഷനിൽ ഫുള്ള് ഇരുട്ടായെന്ന് പറഞ്ഞാൽ ഈ വയലിന്റെ നടുക്ക് ഞാൻ നിൽക്കുന്നു. ഇവിടെ വെച്ച് കൈ വെട്ടമില്ല, ഒന്നുമില്ല. എവിടെയാണ് എന്താണെന്ന് ഒന്നും അറിയാൻ വയ്യ. പെട്ടെന്നാണ് ഇവിടെ നിന്നാണെന്ന് തോന്നുന്നു, അങ്ങോട്ടൊന്ന് കാണിച്ചേ, ഈ ഭാഗത്തു നിന്നാണെന്ന് തോന്നുന്നു, ഒരു ചുമന്ന എന്തോ ഒരു വെട്ടം കണക്കാണ് ഞാൻ കണ്ടത്. അതിങ്ങനെ മിന്നായ കണക്ക് ഇങ്ങനെ പാസ് ചെയ്ത് ഇങ്ങനെ വരുന്ന കണക്ക് ഞാൻ കണ്ട്. എനിക്കത് ക്യാമറയിൽ പോലും നേരെ എടുക്കണം, വഴി അറിയാൻ പോയി ആകെ തപ്പി തടഞ്ഞിരിക്കണം. അതിനിടയിൽ എപ്പോഴാണ് ക്യാമറ ചെറുതായിട്ട് കിട്ടിയെന്ന് തോന്നുന്നു. അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്ത് ഇവിടെ എവിടെ നിൽക്കുന്ന കണക്ക് വന്നു. അതോടെ ഒരു മനുഷ്യനുണ്ടാവുന്ന അവസ്ഥ അതെനിക്ക് ഒരിക്കലും നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാൻ പറ്റൂല എന്താ സംഭവിച്ചത്. തപ്പി തടഞ്ഞ് ഇത് ലൈറ്റും അറിയാൻ വയ്യ, ഒന്നും കാണാൻ. താഴോട്ട് നോക്കിയാണ് ഈ രീതിയിലാണ് ഇവിടെ ഈ വരമ്പിന്റെ താഴ്ച കണ്ട. ഈ വരമ്പിൽ കൂടെ രാത്രി വെട്ടമില്ല വെളിച്ചമില്ലാതെ ഞാൻ തപ്പി തടഞ്ഞ് എവിടെയോ ഒരു കലിങ്ക് കണക്കുന്ന സ്ഥലത്ത് പിടുത്തം കിട്ടി. അവിടെ ചെന്ന് നിന്നിട്ട് ഫ്ലാഷ് ഓൺ ചെയ്തിട്ടാണ് ഞാൻ പിന്നെ ആ വീഡിയോ കട്ട് ചെയ്തിട്ട് രണ്ടാമത് എടുക്കുന്നത്. എന്നിട്ടാണ് ഈ ലൈറ്റ് തപ്പി വരുന്നത്. ആ സമയത്ത് ഫുള്ള് മൊത്തം പരന്നുണ്ടായിരുന്നു. ആ വെട്ടം ഇനി എൻ്റെ അടുത്ത് അങ്ങനെ വരുന്നുണ്ടോ അങ്ങനെ എന്താ എന്തോ ഒരു ഭാഗ്യത്തിന് ഈ സാധനം പുല്ലിന്റെ ഇടയിൽ കിടന്ന് കിട്ടി. അതും എടുത്തിട്ട് ഒറ്റ ഓട്ടോ വരുന്നു. അതിനിടയ്ക്ക് വേറെ ചോദ്യം ചോദിച്ചാണ്. അതിനിടയ്ക്ക് ഒരു ചിരിയുടെ സൗണ്ട് എന്ന് പറഞ്ഞു. അത് ഉറപ്പായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിനൊരു ഇമ്പ്രൂവ്മെന്റ്സ് എന്തായാലും വേണമല്ലോ. ആ ഒരു ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ മനഃപൂർവ്വം അതിനകത്ത് ആ ഒരു സൗണ്ട് ഞാൻ കൊടുത്തതാണ്. പക്ഷെ ഈ വെട്ടം കണ്ടതും ഈ ചിലങ്കയുടെ ശബ്ദം, ഈ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് എനിക്കുണ്ടായത്. ഇതൊരിക്കലും ഞാൻ ഫേക്ക് ചെയ്തതല്ല. ഈ സൗണ്ട് കൊടുത്ത ആ ചിരിയുടെ സൗണ്ട് ഉണ്ടല്ലോ, അത് മാത്രമാണ് ഞാൻ അതിനകത്ത് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഒരു സ്ട്രീറ്റ് ലൈറ്റ് കണക്ക് ഉള്ള ഒരു പോസ്റ്റിന്റെ അവിടെ ചെന്നാണ് ഇതിന്റെ കൺക്ലൂഷൻ എടുക്കുന്നത്. കൺക്ലൂഷൻ എടുത്തോണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ കരിയിലൊക്കെ കാലമരൂല്ലേ, അതുപോലെ പിന്നെ സൗണ്ട് കേട്ടു തുടങ്ങി. ഇവിടെ ഈ സ്ട്രീറ്റ് ലൈറ്റിന്റെ കുറച്ച് ശബ്ദം കേട്ട ആ ഒരു സൗണ്ട് ഞാൻ പിന്നെ കേട്ട സ്ഥലത്തേക്ക് വെട്ടം അടിച്ചു നോക്കുമ്പോൾ അവിടെ ഒന്നുമില്ല. പക്ഷെ പിന്നെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, പിന്നെ അതേ സൗണ്ട് അവിടെ, അതായത് എന്തോ ഫോളോ ചെയ്ത് വരുന്ന പോലെ പിന്നെ എനിക്ക് കേട്ടു തുടങ്ങി. അതുകൊണ്ട് അപ്പോഴേ കൺക്ലൂഷൻ അങ്ങനെ മതിയാക്കി നേരെ വീട്ടിലേക്കാണ് പോയത്. വണ്ടി എടുത്ത് റോഡിലോട്ട് ഓടി കയറി വണ്ടി എടുത്ത് നേരെ പോവുകയാണ് ചെയ്തത്. വീട്ടിൽ ഏകദേശം ഒരു 10-20 കിലോമീറ്റർ യാത്രയും പിന്നെയും പോകാനുണ്ടായിരുന്നു. വീട്ടിൽ ചെന്നിട്ടുള്ള കാര്യങ്ങൾ ഏകദേശം ഒരു 4 മണി 5 മണിയായി. എൻ്റെ കണ്ണൊന്ന് മയങ്ങാൻ പറ്റിയപ്പോൾ അന്ന് തൊട്ട് ഈ നിമിഷം വരെയും രാത്രി എനിക്ക് ഉറക്കമില്ലെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2-3 മണിയാകുമ്പോൾ ഒരുപാട് ദുസ്വപ്നങ്ങൾ. കാണുന്ന രൂപം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ക്ഷേത്രങ്ങളിലെ ഈ തെയ്യം കണക്കുള്ള രൂപങ്ങൾ പലതും, അതുപോലുള്ള രൂപങ്ങൾ എൻ്റെ നേരെ ഇങ്ങനെ ഓടി വരുന്ന പോലെയുള്ള രീതിയിലുള്ള സ്വപ്നങ്ങളാണ് ഞാൻ കാണുന്നത്. എല്ലാ ദിവസവും ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട്. അതിങ്ങനെ കണ്ണിൻ്റെ ചുറ്റും കണ്ടാൽ തന്നെ മനസ്സിലാവും ഉറക്കം തീരെ ശരിയായിട്ടില്ല. ക്ഷേത്രത്തിലൊക്കെ ഇനി പോയി തൊഴുവാനായിട്ട് ഇനി ദൈവങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അന്ന് ആ ഒരു സംഭവം പേടിച്ചിട്ടാണ് മനസ്സിന് ഇത് കണ്ടിട്ട് ഒരു ഇത് ഉണ്ടാവൂല, അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും മാക്സിമം ഞാൻ റിക്കവർ ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നാലും ഈ വീഡിയോ കണ്ടിട്ട് എൻ്റെ ഒരു സബ്സ്ക്രൈബർ
കോണ്ടാക്ട് ചെയ്ത വഴി പറഞ്ഞു ഇതുപോലെ കണ്ടിട്ടുണ്ടെന്നും വളരെയധികം ഇതിനെപ്പറ്റിയുള്ള സംഭവങ്ങൾ വരുത്തുപോക്ക് കണക്കുള്ളൊരു സംഭവം പോകുന്നൊരു ക്ഷേത്രവും അതിൻ്റെ വഴിയും ഉണ്ടെന്നും പറഞ്ഞ് എന്നെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ ഞാൻ എന്തായാലും ഈ ആഴ്ച തന്നെ അവിടെ പോയി ആ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. വരുന്നത് എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. ധൈര്യസമേതം മുന്നോട്ട് പോവാം. ചിലപ്പോൾ ആ വീഡിയോയിലൂടെ ഇതെല്ലാം ശരിയായാലോ എന്നുള്ളൊരു പ്രതീക്ഷയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കണ്ടിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് കൂടുതൽ കാര്യങ്ങളിലേക്ക് എന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പ്രേരിപ്പിക്കുന്നത്. ഈ വീഡിയോയിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഒന്നും കൂടെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ അടുത്ത സെഷനിൽ പിന്നെയും കാണാം. അടുത്ത വരുത്തുപോക്കിൻ്റെ സ്ഥലത്ത് ഞാൻ ഉടൻ തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും ബൈ, ഗുഡ് നൈറ്റ്.